ഈ നാൻകെട്ടായി കഴിക്കാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ലല്ലേ. അപ്പൊ ഇന്നത്തെ റെസിപ്പി അതിൻ്റെ തന്നെയാണ് ഞാൻ കെട്ടതിൻ്റെ. ഒരു കപ്പ് മൈദ, 7 ടേബിൾ സ്പൂൺ ഷുഗർ, ഒരു പിഞ്ചുപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ വനില എസൻസ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് ഗീ ആണ് വേണ്ടത്. അപ്പം അരക്കപ്പ് ഗീവ് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. ഈ ഒരു മാവ് ഉരുട്ടുന്ന രീതിയിൽ ആക്കുന്നവരെ കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്നും ബോൾസ് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ബോൾസ് ആയിട്ട്. എല്ലാം അങ്ങനെ ബോൾസ് ആക്കി പ്രസ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറിൽ 150 ഡിഗ്രി സെൽഷ്യസ് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്ത പാട് നല്ല സോഫ്റ്റ് ആയിരിക്കും നാൻകട്ടായി ഉണ്ടാവുക. കുറച്ച് കഴിഞ്ഞാൽ ഈ ചൂടെല്ലാം പോകുമ്പോൾ നല്ല ഹാർഡായിട്ട് വരും. അപ്പോൾ ഈ നാൻകട്ടായി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല കിട്ടിലും ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.